കഴിഞ്ഞ വെള്ളിയാഴ്ച മസ്ജിദുൻ നബവിയിൽ നടന്ന ജുമുഅ ഖുത്ബ, അതിന്റെ ഒരു ഭാഗം മാത്രം, ഒരു ചെറിയ ഭാഗം മാത്രം മുറിച്ചെടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണത്തിലാണ് സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാരും അവരുടെ അനുയായികളും. ഞങ്ങൾക്കിതാ സലഫികൾക്കെതിരെ വലിയ തെളിവ് കിട്ടിയിരിക്കുന്നു എന്ന നിലക്കാണ് ഈ സാധുക്കൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിയാക്കന്മാർക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയാം, പക്ഷേ സാധുക്കളായ ആളുകൾക്ക് അറിയില്ലല്ലോ. ഇവർ കൊടുക്കുന്നതാണല്ലോ സാധുക്കൾ പ്രചരിപ്പിക്കുന്നത്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഗതികൾക്കും പ്രാമാണികമായി തെളിവുകളില്ലാത്തതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ എന്താണ് നടക്കുന്നത്, എവിടെ നിന്നെങ്കിലും വല്ല ശകലവും കിട്ടുമോ എന്ന് നോക്കി നടക്കലാണ് സാധാരണ മുസ്ലിയാക്കന്മാർ ചെയ്യാറുള്ളത്. റമദാൻ മാസമായാൽ പല സംഗതികൾ കൊണ്ടുവരും. ആലു ഷെയ്ഖ് അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊക്കെ നമ്മൾ പൊളിച്ച് കൃത്യമായി അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. സാധാരണ ഹറമിൽ നടക്കുന്ന തറാവീഹ് നമസ്കാരം വലിയ പ്രചാരണമാക്കാറുണ്ട് റമദാൻ മാസത്തിൽ. പക്ഷേ ഈ വർഷം ഒന്നും അത് കണ്ടില്ല. കാരണം മുസ്ലിയാക്കന്മാർക്കറിയാം ഈ വർഷം അതിൽ കയറി പിടിക്കാൻ നമുക്ക് വകുപ്പില്ല. കാരണം നമ്മൾ പറയുന്നത് പോലെയല്ല ഈ വർഷം അവിടെ നടക്കുന്നത് എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ ഇങ്ങനെ നടക്കുകയാണ്, വല്ലതും കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതിനിടക്കാണ് മസ്ജിദുൻ നബവിയിലെ ജുമുഅ ഖുത്ബ കേട്ടത്. അതിൽ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്നൊരു പരാമർശം, ചെറിയൊരു പരാമർശം കിട്ടും. അപ്പോൾ കിട്ടിപ്പോയി, ഇത് വെച്ചൊരു പ്രചാരണം നടത്താം എന്ന നിലക്കാണ് മുസ്ലിയാക്കന്മാർ ഇപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ വസ്തുത? അതിൽ ഈ സമസ്തക്കാർക്ക് വല്ല തെളിവോ പിടിവള്ളിയോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പരിശോധിക്കണമല്ലോ. എന്താണ് വിഷയം? കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച റമദാൻ 12 സൗദിയിൽ ജുമുഅ ഖുത്ബ നടക്കുകയാണ് മസ്ജിദുൻ നബവിയിൽ. ഖുത്ബ നിർവഹിക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ജുമുഅ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൽ വന്ന ചെറിയ ഒരു പരാമർശം അത് മുറിച്ചെടുത്തുകൊണ്ടാണ് സമസ്തക്കാർ എന്ത് ചെയ്യുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഇവർ പ്രചരിപ്പിക്കുന്ന ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. والمرأة مأمورة بما يؤمر به الرجال من العبادات من تلاوة القرآن والدعاء والصدقة والذكر والتوبة والاستغفار وقيام الليل إلا أن صلاتها في دارها خير لها من صلاتها في المسجد قال النبي صلى الله عليه وسلم وبيوتهن خير لهن رواه أحمد. കേട്ടല്ലോ സഹോദരങ്ങളെ, എന്താണ് വിഷയം? ഷെയ്ഖ് തന്റെ മനോഹരമായ ഖുത്ബയിൽ റമദാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും പറയുകയാണ്. ഓരോ ഇബാദത്തുകൾ, അതിന്റെ ശ്രേഷ്ഠത, അത് ചെയ്താൽ കിട്ടുന്ന മഹത്വം, അതിന്റെ പ്രത്യേകത, സമയം നഷ്ടപ്പെടുത്താതെ അത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിന്റെ കൂട്ടത്തിൽ ആ ഖുത്ബ കേൾക്കാത്തവർ, അറബി തിരിയുന്ന ആളുകളുണ്ടെങ്കിൽ അത് കേൾക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയണം. നല്ല മനോഹരമായ ഒരു ഖുത്ബയായിരുന്നു. ആ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ കുറേ ഇബാദത്തുകൾ അദ്ദേഹം സൂചിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഇതൊക്കെ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇതൊക്കെ ബാധകമാണ്. ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നു, ഖുർആൻ പാരായണം, സ്വദഖ, ദുആ, ഇസ്തിഗ്ഫാർ, തൗബ, ഖിയാമുൽ ലൈൽ, ഇങ്ങനെ ഇതൊക്കെ സ്ത്രീകൾക്കും ബാധകമായ ആരാധനാക്രമങ്ങളാണ്. സ്ത്രീകൾക്കും ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ അവരുടെ ആരാധനാകർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് അവരുടെ വീട്ടിലാണ്, അതാണ് അവൾക്ക് ഉത്തമം എന്ന് ഷെയ്ഖ് വളരെ കൃത്യമായ നിലക്ക് സൂചിപ്പിച്ചു. ആ ഒരു വാചകത്തിൽ കയറി പിടിച്ചു കണ്ടോ, മസ്ജിദുൻ നബവിയിൽ വെച്ച് ഖുത്ബയിൽ പെണ്ണിന് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല സമസ്തക്കാരെ, ഇത് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മുസ്ലിയാക്കന്മാരോടും ഞാൻ ചോദിക്കട്ടെ, ഈ ക്ലിപ്പിൽ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ലജ്ജയില്ലേ നിങ്ങൾക്കിത് പ്രചരിപ്പിക്കാൻ? നിങ്ങളുടെ വാദവുമായി ഇതിന് വല്ല ബന്ധവുമുണ്ടോ? നിങ്ങളുടെ വാദം എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച്? സ്ത്രീകൾ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോകുന്നത് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? ഹറാമല്ലേ? ആ നിങ്ങൾ എങ്ങനെയാണ് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞ ഈ വാചകത്തിൽ കയറിപ്പിടിച്ച് പ്രചാരണം നടത്തുന്നത്? കള്ളു കുടിക്കുന്നത് ഹറാമായതുപോലെ സ്ത്രീകൾ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോയാൽ അതിന്റെ വിധി ഹറാമാണെന്ന് പച്ചക്ക് പ്രചരിപ്പിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സലഫി ഉലമാക്കളുടെ ഇതേപോലെയുള്ള ക്ലിപ്പുകൾ പ്രചരിപ്പിക്കാൻ എന്തർഹതയാണ് നിങ്ങൾക്കുള്ളത്? സലഫി പണ്ഡിതന്മാർ പറയുന്നതും നിങ്ങൾ പറയുന്നതും രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടല്ലേ? നിങ്ങൾ ഹറാമാണ് എന്നാണ് പറയുന്നത്. സലഫി പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? അല്ലെങ്കിൽ അവർക്കിടയിൽ സലഫി ഉലമായിടയിലുള്ള ചർച്ച എന്താണ്? ഒരു പെണ്ണ് എല്ലാ കാര്യങ്ങൾക്കും, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതി പരിഗണിക്കുകയാണെങ്കിൽ അവർക്ക് വീടാണ് ഉത്തമം. അത് നമസ്കാരത്തിന് മാത്രമല്ല, സർവ്വ കാര്യങ്ങൾക്കും അവർക്ക് ഖൈർ അവരുടെ വീട് തന്നെയാണ്. കാരണം ആ വീടാണ് അവർക്ക് സുരക്ഷിതത്വമുള്ളത്, അവിടെയാണ് അവർക്ക് സംരക്ഷണമുള്ളത്, അവരുടെ പ്രകൃതിക്ക് ഒത്തിണങ്ങുന്നത് അവരുടെ വീടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അടിസ്ഥാനപരമായ ഒരു തത്വമാണ് അവർ പറയുന്നത്. അതെപ്പോഴാണ് അവൾക്ക് വീട് അഫ്ദലായി മാറുന്നത്? അതും സലഫി ഉലമാക്കൾ തന്നെ വിശദീകരിച്ചു. ഒരു പെണ്ണിന് കൂടുതൽ തുമഇനീനത്തും, അതേപോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ കൂടുതൽ ഖുശൂഉം, അതേപോലെ അവരുടെ സമയബന്ധിതമായി ആരാധനകൾ ചെയ്യാനൊക്കെ അവൾക്ക് വീട് അത് ഖൈറായി മാറുമ്പോൾ, വീട് സൗകര്യമാകുമ്പോൾ അവൾക്ക് ഏറ്റവും അഫ്ദലായി മാറുന്നത് വീടാണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവൾക്ക് പള്ളിയും അഫ്ദലായി മാറും. അതും സലഫി ഉലമാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതല്ല അതൊരു ക്ലിപ്പിന്റെ ശകലം മുറിച്ചു കൊണ്ടുപോയാൽ എന്നിട്ട് കള്ളത്തരം പ്രചരിപ്പിച്ചാൽ അത് നടക്കില്ല. സലഫി ഉലമാക്കൾ തന്നെ പറയുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. نعم النبي صلى الله عليه وسلم يقول لا تمنعوا إماء الله يعني النساء مساجد الله وبيوتهن خير لهن. صلاة المرأة في بيتها أفضل من صلاتها في المسجد، هذا من حيث الأصل. لكن إذا كانت صلاتها في المسجد أكثر وأقرب للخشوع وأكثر نشاطا فهنا صلاتها في المسجد أفضل. وهذا تفريعا عن القاعدة أنه قد يعرض المفضول ما يجعله فاضلا، وهذه قاعدة صحيحة متفق عليها بين أهل العلم. എന്നാണ് സഹോദരങ്ങൾ അദ്ദേഹം പറഞ്ഞത്. ആരാണിത്? ഇത് സൗദിയിലെ ഉന്നത പണ്ഡിതന്മാരിൽപ്പെട്ട ബഹുമാന്യനായ ഡോക്ടർ സഅദ് അൽ ഖതലാൻ എന്ന് പറയുന്ന പണ്ഡിതനാണ്. കിബാറുൽ ഉലമാക്കളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പെണ്ണിന് പള്ളിയാണോ ഉത്തമം അതല്ല വീടാണോ ഉത്തമം? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി പെണ്ണിന് വീടാണ് ഉത്തമം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവൾക്ക് പള്ളി അഫ്ദലായി മാറും.
അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത് എപ്പോഴാണ്? അത് അഖ്റബു ഇലൽ ഖുശൂ, ഏറ്റവും ഖുശൂ കിട്ടുന്നത് പള്ളിയിൽ ഇമാമിന്റെ പിറകിൽ നമസ്കരിക്കുമ്പോഴാണ്. വാക്തർ നഷാത്തിന് ഏറ്റവും ഉന്മേഷം കിട്ടുന്നത് അവിടെ വെച്ചാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ കഴിയുന്നത് അപ്പോഴാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അവൾക്ക് പള്ളിയായിരിക്കും അഫ്ളലായി മാറുന്നത്. ഇസ്ലാമികമായ മര്യാദകളും മതബുകളും പാലിച്ചുകൊണ്ട് മറച്ചുകൊണ്ട് അവൾ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവൾക്ക് പള്ളിയോത്തമം അഫ്ളൽ മുസ്ലിയാക്കന്മാരെ. അതും സലഫി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ നിങ്ങൾ പ്രചരിപ്പിക്കാത്തത്? ഇതെന്താ നിങ്ങൾ കാണാത്തത്? മനസ്സിലായോ? അതിന് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. ഖുർആൻ പാരായണം ഏറ്റവും അഫ്ളലായ ദിക്റാണ്, സംശയമില്ലല്ലോ. എന്നാൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണമാണോ അഫ്ളൽ? അതല്ല ബാങ്കിന് ഇജാബത്ത് കൊടുത്ത് മുഅദ്ദിനെ മുതാബഅത്ത് ചെയ്യലാണോ? മുഅദ്ദിന്റെ കൂടെ ബാങ്കിന്റെ വാചകങ്ങൾ പറയലാണ് അപ്പോൾ അഫ്ളൽ? ഖുർആൻ പാരായണം നിർത്തിവെക്കണം, അതിന്റെ അർത്ഥം ഖുർആൻ പാരായണത്തിന് ഫضലില്ല എന്നാണോ? അപ്പൊ അതൊക്കെ അങ്ങനെ ആപേക്ഷികമായി അതിന് പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനപരമായ നിയമം ഷെയ്ഖ് ഖുതുബയിൽ സൂചിപ്പിച്ചു, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. എന്നിട്ട് അത് പൊക്കിപ്പിടിച്ച് ബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന വാചകം പൊക്കിപ്പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രചാരണം നടത്തുക. അതില് പെണ്ണിന് പള്ളി ഹറാമാണ് എന്നവർ പറഞ്ഞോ? സലഫി ഉലമാക്കൾ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? പെണ്ണിന് പള്ളിയിൽ പോക്ക് ഹറാമാണ്, പെണ്ണ് പള്ളിയിൽ പോയാൽ പ്രതിഫലമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട് എന്ന് സലഫി ഉലമാക്കളോ ഈ ഖുതുബ നടത്തിയ ബഹുമാനായ പണ്ഡിതനോ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വാദത്തിന് അനുകൂലമായി എന്തെങ്കിലും അതുണ്ടോ? അങ്ങനെ ഹറാമായ ഒരു കാര്യമായിരുന്നു പെണ്ണ് പള്ളിയിൽ പോകലെങ്കിൽ സഹാബിമാരെ ഹറാമ് ചെയ്തു എന്നാണോ? സഹാബ വനിതകൾ ഹറാമ് ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആതിഖ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ തന്നെ വെക്കുന്ന നിബന്ധന എന്താണ്? മസ്ജിദുൻ നബവിയിൽ പോയി നമസ്കരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന ഷർത്തോടുകൂടെയാണ് വിവാഹം ചെയ്യുന്നത്. അങ്ങനെ ഹറാമായ കള്ളുകുടി പോലെ പെണ്ണ് പള്ളിയിൽ പോക്ക് ഹറാമാണെങ്കിൽ അങ്ങനെ നിഷിദ്ധമായ ഒരു കാര്യത്തിന് മഹാനായ സഹാബിയും അതല്ലെങ്കിൽ സഹാബിമാര് ആ ഷർത്ത് വെച്ച് നിങ്ങൾ പറയുമോ? നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പൊട്ടത്തരമാണ്. അതിന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ട്? നൂറുകണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണിക്കാൻ കഴിയും പെണ്ണിന്റെ പള്ളിയിൽ പോക്ക് അനുവദനീയമാണ് എന്നത്. അവർ പോകുകയാണെങ്കിൽ നിങ്ങൾ തടയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലേ? അനുവാദം നൽകണമെന്ന് പറഞ്ഞു. മാത്രമല്ല അവർ പോകുമ്പോൾ അവർ പാലിക്കേണ്ട മര്യാദകൾ വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ട് അതൊക്കെ മറച്ചു വെച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെയുള്ള ക്ലിപ്പുകൾ പ്രചരിപ്പിച്ച് കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ഹദീസ് വേണം ആ വിഷയത്തിൽ ചോദിച്ചോ, ഞാൻ തരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികമായി മുസ്ലിയാക്കന്മാരെ ഇത് പ്രചരിപ്പിക്കാൻ എന്ത് അർഹതയാണുള്ളത്? നിങ്ങളുടെ സ്ത്രീകൾ മുഴുവനും വീടിന് പുറത്തല്ലേ? വീടിന് പുറത്തല്ലേ? അല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയോ? ജാലങ്ങളിലേക്ക്, ഉറൂസുകളിലേക്ക്, സകല തോന്നിവാസങ്ങളിൽ നടക്കുന്ന നേർച്ചപ്പൂരങ്ങളിലേക്ക്, ചന്ദനക്കുടങ്ങളിലേക്ക്, നിങ്ങളുണ്ടാക്കുന്ന വേറെ സദസ്സുകളിലേക്ക്, അതേപോലെ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പോലും നിങ്ങൾ പാടത്തേക്കും പറമ്പിലേക്കും പെണ്ണുങ്ങളെ കൊണ്ടുപോയി അവിടെയൊക്കെ കൂടിക്കലയിൽ വരെ നടക്കുകയാണ്, ഇഖ്തിലാത്ത് നടക്കുന്നു. നിങ്ങൾ മസ്ജിദ് നബവിയിൽ ഒരു ക്ലിപ്പ് പ്രചരിപ്പിച്ച് സാധാരണക്കാരെ കബളിപ്പിക്കുകയാണ്. മുസ്ലിയാക്കന്മാരെ, പെണ്ണിന് പള്ളി നിഷിദ്ധമാക്കിയ നിങ്ങൾക്ക് എങ്ങനെയാണ് പെണ്ണിന് വീടാണോ അഫ്ളല് അതല്ല പള്ളിയാണോ അഫ്ളല് എന്ന ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? അവകാശമുണ്ടോ മുസ്ലിയാക്കന്മാരെ? അനുവദനീയമായ കാര്യങ്ങളിൽ മാത്രമല്ലേ ഉത്തമം ഏതാണ് എന്ന ചർച്ച തന്നെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഫിഖ് അറിയില്ലേ? അനുവദനീയമായ ഒരു കാര്യം, ആ അനുവദനീയമായ ഒരു കാര്യത്തിലാണ് അഫ്ളൽ ഏതാണ് എന്ന ചർച്ച തന്നെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അഫ്ളൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പള്ളിയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ജമാഅത്തിന് പോകുകയാണെങ്കിൽ ഒന്നാമത്തെ സൊഫാണ് അഫ്ളൽ. തർക്കല്ലല്ലോ? എന്നാൽ ബാക്കിലെ സൊഫ് ഹറാമാണോ? പിന്നെ സൊഫ് ഹറാമാണോ മക്രൂഹാണോ? അനുവദനീയമായ ഒരു കാര്യത്തിലാണ് അഫ്ളൽ എന്നുള്ള ചർച്ച. അതല്ലേ ഇവിടെ സലഫി ഉലമാക്കൾ നടത്തിയത്? അതെങ്ങനെ നിങ്ങളുടെ ഹറാമുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ഈ വാദത്തിന് തെളിവാകുന്നത്? നിങ്ങളിത് പ്രചരിപ്പിക്കുന്നത് എന്തർത്ഥത്തിലാണ്? തനിച്ച മണ്ടത്തരമല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിരോധാഭാസമല്ല നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവർ ഈ മുറിക്ലിപ്പുമായി നടക്കുകയാണ്. അതിൽ അവർക്ക് യാതൊരു തെളിവുമില്ല, അതിൽ യാതൊരു വസ്തുതയുമില്ല, ഇവരുമായി അതിന് യാതൊരു ബന്ധവുമില്ല. സലഫികൾക്കെതിരിൽ ഒരു പ്രചാരണവും അതുപോലെ നിങ്ങൾക്ക് നടത്താനും സാധ്യമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.